നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രയേലും തമ്മിൽ കടുത്ത പകയാണ്. പലസ്തീൻ വിഷയവും ഗാസയുമാണ് അതിൻ്റെ ആണിക്കല്ലെന്ന് കരുതുമ്പോഴും ഇരു രാജ്യങ്ങളും സൗഹൃദം ആസ്വദിച്ചിരുന്ന, പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്ന ഊഷ്മള കാലമുണ്ടായിരുന്നു ഇറാനും ഇസ്രയേലിനും തമ്മിൽ. മറ്റെല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രയേലിനോട് മുഖം തിരിച്ചു നിന്നപ്പോൾ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്ന ഇറാനും തുർക്കിയും ആ രാജ്യവുമായി ഉറ്റ ചങ്ങാതം സൂക്ഷിച്ചിരുന്നുവെന്നറിഞ്ഞാൽ ആശ്ചര്യം തോന്നിപ്പോകും. എല്ലാ കാലവും എല്ലാം ഒരേപോലെ ആകില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഇന്ന് കാണുന്ന ഇറാൻ ഇസ്രയേൽ ശത്രുത. ഇന്ന് ഇസ്രയേലിനെതിരെ പരിധി വിട്ട് ശബ്ദമുയർത്താൻ മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം തയ്യാറാവാതിരിക്കുമ്പോൾ ആയുധം കൊണ്ടും വാക്കുകൾ കൊണ്ടും കടുത്ത പ്രതികരണമാണ് ഇറാൻ നടത്തുന്നത്. 1948 ജൂതന്മാർ ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കി സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ജൂത അധിനിവേശത്തിനെതിരെ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന് നേരെ യുദ്ധത്തിനിറങ്ങി. എന്നാൽ അന്ന് ഇറാനുമായി ശത്രുതയിലായിരുന്നില്ല ഇസ്രയേൽ. ഇറാനിലെ ഭരണക്രമം മാറി മറിഞ്ഞതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവവും മാറി. നൂറ്റാണ്ടുകളോളം പേർഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മേഖലയിൽ 1925 മുതൽ 79 വരെ ഭരണം നടത്തിയത് പല്ലവി രാജവംശമാണ്. ആദ്യ ഭരണാധികാരിയായിരുന്ന റസ ഷാ 1935 രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാക്കി മാറ്റി. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇറാനിൽ ആംഗ്ലോ സോവിയറ്റ് അധിനിവേശം ഉണ്ടായി. റസ ഷായുടെ അധികാരം നഷ്ടപ്പെടുന്നതിനാലാണ് ഇത് കലാശിച്ചത്. തുടർന്ന് റസ ഷായുടെ മകനും പല്ലവി രാജഭരണത്തിലെ അവസാന ഭരണാധികാരിയുമായിരുന്ന മുഹമ്മദ് റസ പല്ലവി 1941 അധികാരത്തിൽ വന്നു. ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റമുണ്ടായി. സർക്കാരിൽ ഷായ്ക്കു കീഴിൽ പ്രധാനമന്ത്രിയും ഉണ്ടായി. മുഹമ്മദ് മൊസദ്ദെഖ് ആയിരുന്നു പ്രധാനമന്ത്രി. മുഹമ്മദ് മൊസദ്ദെഖ് രാജ്യത്തെ എണ്ണ വ്യവസായത്തെ ദേശസാൽക്കരിച്ചു. ഇത് ബ്രിട്ടനെയും US-നെയും ചൊടിപ്പിക്കുന്നു. മൊസദ്ദെഖിനുള്ള പിന്തുണ ഷായെയും ചൊടിപ്പിച്ചു. അങ്ങനെ 1953 മൊസാദ്ദെഖിനെതിരെ പട്ടാള അട്ടിമറി നടന്നു. ഭരണം പൂർണ്ണമായും ഷായുടെ നിയന്ത്രണത്തിൽ വന്നു. അതിന് ചരട് വലിച്ചത് അമേരിക്കയും ബ്രിട്ടനുമായിരുന്നു. പകരമായി 1954 കൺസോർഷ്യം കരാറിലൂടെ വിദേശ എണ്ണ കമ്പനികളെ ഷാ രാജ്യത്തിൻ്റെ വ്യവസായത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. പടിഞ്ഞാറൻ ശക്തികളുടെ പിന്തുണയുള്ള സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ഭരണമാണ് പിന്നീട് ഷാ കാഴ്ചവെച്ചത്. അക്കാലത്ത് ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവുമധികം ജൂതരുള്ളത് ഇറാനിലാണ്. തുടക്കത്തിൽ ഇസ്രയേലിനെ അംഗീകരിക്കാതിരുന്നെങ്കിലും പിന്നീട് പ്രായോഗിക ഭൗമരാഷ്ട്രീയവും നയതന്ത്ര താൽപ്പര്യങ്ങളും ഇരു രാജ്യങ്ങളെയും പരസ്പരം അടുപ്പിച്ചു. പിന്നാലെ 1950 ഇസ്രയേലിനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുന്ന രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി ഇറാൻ മാറി. ആദ്യത്തെ രാജ്യം തുർക്കിയാണ്. അവരുമായി ഇറാൻ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തി. അറബ് രാജ്യങ്ങളെ ചെറുക്കാൻ ഇസ്രയേലിന് ഇറാൻ്റെ കൂട്ട് സഹായകമായിരുന്നു. അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും ഇറാൻ ഇസ്രയേലിന് എണ്ണ വിറ്റു. ഇസ്രയേലിൻ്റെ ദേശീയ സുരക്ഷാ ഏജൻസിയായ മൊസാദ് ഇറാനിലെ ഷായുടെ രഹസ്യ പോലീസ് സേനയായ സബാക്ക് രൂപവൽക്കരിക്കാൻ സഹായിച്ചു. സേനയ്ക്ക് ആവശ്യമായ പരിശീലനവും നൽകി. ഇരു രാജ്യങ്ങൾക്കും US-ൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. എന്തൊരു നല്ല കാലമല്ലേ! ഇറാനും ഇസ്രയേലും തമ്മിൽ വളരെ അടുത്ത ചങ്ങാതിമാർ, ഇവർക്ക് സഹായിയായി അമേരിക്കയും. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ എംബസി തുറന്നു. 1970 ഇരു രാജ്യങ്ങളും അംബാസഡർമാരെ കൈമാറി. വ്യാപാര ബന്ധം അഭിവൃദ്ധിപ്പെട്ടു. സൈനിക സുരക്ഷാ സഹകരണം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായി. ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പകരമായി ഇറാനിൽ നിന്ന് എണ്ണയുടെ 40% ഇസ്രയേൽ ഇറക്കുമതി ചെയ്തു. അങ്ങനെ സൗഹൃദം നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുന്നതിനിടെ രാജ്യത്ത് ഇസ്രയേൽ വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നുണ്ടായിരുന്നു. ഇറാനിൽ പല കോണുകളിൽ നിന്നും ഇസ്രയേലുമായുള്ള സൗഹൃദത്തിൽ എതിർപ്പുയർന്നു. പലസ്തീനികളോടുള്ള അനുഭാവം ശക്തിപ്പെട്ടു. പലസ്തീനികൾക്ക് വേണ്ടി രാജ്യത്ത് ഫണ്ട് സമാഹരണം നടക്കാറുണ്ടായിരുന്നു. എന്നാൽ 1970 ഭരണകൂടം അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഷായുടെ സ്വേച്ഛാധിപത്യ ഭരണവും സ്വാതന്ത്ര്യമില്ലാത്തതും ഭരണത്തിൽ പങ്കാളിത്തമില്ലാത്തതും ഇറാനിൽ അതൃപ്തി വളർത്തി. മാത്രമല്ല, രാജ്യത്ത് പാശ്ചാത്യ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് യാഥാസ്ഥികർക്കിടയിൽ വികാരവും ഉണ്ടായി. ഇതെല്ലാം ഒത്തുചേർന്നതോടെ 1979 അതൊരു ജനകീയ പ്രക്ഷോഭമായി വളർന്നു. 79 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷമാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത്. ഷായെ അട്ടിമറിച്ച് മതഭരണകൂടം ഇറാനിൽ അധികാരത്തിലെത്തി. ആയത്തുള്ള റുഹല്ല ഖമനിയുടെ നേതൃത്വത്തിൽ വന്ന ഭരണകൂടം അതുവരെ ഇറാൻ പിന്തുടർന്ന ഇസ്രയേൽ സൗഹൃദ ആശയങ്ങളെ പാടെ ഉപേക്ഷിച്ചു. ഇസ്രയേലിനെ ചെറിയ സാത്താനെന്നും US-നെ വലിയ സാത്താനെന്നുമാണ് അക്കാലത്ത് റുഹല്ല ഖമനി വിശേഷിപ്പിച്ചിരുന്നത്.
ഇറാനിലെ മതഭരണകൂടത്തെ അംഗീകരിക്കാൻ ഇസ്രയേലും തയ്യാറായിരുന്നില്ല. ഇറാൻ ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചുമാറ്റി. ഇസ്രയേലി എംബസി പലസ്തീനി എംബസിയാക്കി മാറ്റി. ഇതിനിടെ പശ്ചിമേഷ്യയിൽ സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കാനും ഷിയ സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ച് മേഖലയിൽ മറ്റൊരു സ്വാധീന ശക്തിയായി വളരാനും ഇറാനിലെ പുതിയ ഭരണകൂടം തന്ത്രങ്ങളൊരുക്കി. 1985 മുതൽ ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടല്ലാത്ത അതേസമയം എതിർചേരികളിൽ ഇരുന്നു കൊണ്ടുള്ള യുദ്ധം നടക്കുന്നു. സിറിയയിലും ഇറാഖിലും ലെബനനിലും യമനിലുമെല്ലാം ഇറാൻ പ്രോക്സി മിലിഷ്യകളെ വളർത്താൻ ആരംഭിച്ചത് ഈ സമയത്താണ്. വലിയ ഫണ്ട് തന്നെ ഇതിനുവേണ്ടി മാറ്റിവെച്ചു. സിറിയയിൽ സർക്കാരും വിമതരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഭരണകൂടത്തെ ഇറാൻ സഹായിച്ചു. വിമതപക്ഷത്തെ സഹായിച്ച ഇസ്രയേലും US-ഉം അപ്പോൾ രംഗത്തെത്തി. ആഭ്യന്തര യുദ്ധം യമനിൽ രൂക്ഷമായപ്പോൾ ഹൂതി വിമതർക്ക് ഇറാൻ പിന്തുണ നൽകി. ഔദ്യോഗിക സർക്കാരിനെ പിന്തുണച്ച സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ഇസ്രയേൽ ചേർന്നു. 1982 ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഹിസ്ബുള്ള എന്ന സായുധ സംഘത്തെ രൂപീകരിച്ചു. 1992 അർജന്റീനയിൽ ഇസ്രയേൽ എംബസിക്കു നേരെ ബോംബാക്രമണം നടത്തിയതിന് പിന്നിൽ ഹിസ്ബുള്ളയായിരുന്നു. 29 പേരെയാണ് അന്ന് വധിച്ചത്. 1994 85 പേർ കൊല്ലപ്പെട്ട ജൂത കമ്മ്യൂണിറ്റി സെന്റർ ആക്രമണത്തിന് പിന്നിലും ഹിസ്ബുള്ള എന്ന് ഇസ്രയേൽ ആരോപിച്ചു. 2006 ലെബനൻ യുദ്ധം പക ആളിക്കത്തിച്ചു. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളായിരുന്നു പിന്നീട് നാം കണ്ടത്. ഇതിനിടെ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോയി. ഇസ്രയേൽ ഗൂഢാലോചനയിലൂടെ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക നേതാക്കളെയും വധിച്ചു. അവിടുത്തെ അറ്റോമിക് സൈറ്റുകൾ തകർക്കുകയും ചെയ്തു. പല നേതാക്കളും പകപോക്കലിന്റെ ഭാഗമായി വധിക്കപ്പെട്ടു. ഇതിനിടെ ഇസ്രയേലിനെയും ഇസ്രയേലിന്റെ താൽപ്പര്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു. 2005 ഇറാൻ രാജ്യത്ത് യുറേനിയ സമ്പുഷ്ടീകരണം ആരംഭിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ തീവ്രതയിലേക്ക് മാറി. ഇതോടെ ഇസ്രയേൽ തന്ത്രം മാറ്റിപ്പിടിച്ചു. ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമാണ് ഇറാൻ. ഇറാനുമായി മതപരവും പ്രാദേശികവുമായ കാരണത്താൽ ശത്രുപക്ഷത്തു നിൽക്കുന്ന സുന്നി ഭൂരിപക്ഷ രാജ്യമായ സൗദി അറേബ്യയുമായി ഇസ്രയേൽ ബന്ധം വളർത്തിയെടുക്കാൻ തുടങ്ങി. ഇത് മറ്റൊരു പ്രധാന നീക്കമായിരുന്നു. 2020 സെപ്റ്റംബറിൽ സൗദി സഖ്യകക്ഷികളായ UAEയും ബഹ്റൈനും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സാധാരണഗതിയിലാക്കാനുള്ള എബ്രഹാം കരാറിൽ ഒപ്പുവെച്ചു. ഇതോടെ ഇസ്രയേലിന് ഇറാനെ മാത്രം ശ്രദ്ധിക്കാമെന്ന നിലയിലേക്ക് എത്തി. ഇതോടെ 2023 ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് ഹമാസിന്റെ ആക്രമണമുണ്ടായി. ഇത് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിമാറി. പിന്നാലെ ഹിസ്ബുള്ളയെയും യമനിലെ ഹൂതികളെയും ഇസ്രയേലിനെ ആക്രമിച്ച് യുദ്ധത്തിൽ പങ്കുചേർന്നു. ഇതിന് US-ന്റെ പിന്തുണ കൂടി കിട്ടി. ഇതോടെ യമനിലും ലെബനനിലും സിറിയയിലുമൊക്കെ ആക്രമണം നടത്തിയാണ് ഇസ്രയേൽ തിരിച്ചടിച്ചത്. പിന്നാലെ സിറിയയിലെ ഇറാൻ പിന്തുണയുണ്ടായിരുന്ന അസദ് ഭരണകൂടത്തെ വിമതരെ ഉപയോഗിച്ച് വീഴ്ത്തിയതോടെ പ്രോക്സി യുദ്ധം നയിക്കാനുള്ള ഇറാന്റെ മാർഗം ഇസ്രയേൽ അടച്ചു. നിലവിൽ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏറെക്കുറെ സായുധമായും സംഘടനാപരമായും സാമ്പത്തികമായും തകർച്ചയുടെ വക്കിലാണ്. സിറിയയിൽ സർക്കാർ വീണ സമയത്താണ് ഇറാനിൽ 2025 ഇസ്രയേൽ നേരിട്ട് ആക്രമണം നടത്തുന്നത്. അതുവരെ ഇസ്രയേലിനെ പ്രോക്സികളെ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്ന ഇറാൻ നേരിട്ട യുദ്ധത്തിലേക്ക് എത്തിയത് ഇത് ദിവസങ്ങളോളം നീണ്ടുനിന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ US ബോംബിട്ടു. അത് വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാക്കി. ഇറാന്റെ ആണവ പദ്ധതി തടയാനായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രയേലും US-ഉം അവകാശപ്പെട്ടത്. ഇതിനുശേഷം പ്രശ്നങ്ങൾ കലുഷിതമാകാതെ ഇരുപക്ഷവും തുടർന്നു. കനലുകൾ അണയാതെ കിടന്നു. ഇത് മറ്റൊരു സായുധ സംഘർഷത്തിലേക്ക് എത്തിച്ചത് രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര പ്രക്ഷോഭമാണ്. പ്രക്ഷോഭകാരികളെ സർക്കാർ അടിച്ചമർത്തിയത് ആഗോളതലത്തിൽ ഇറാന്റെ പ്രതിച്ഛായ മോശമാക്കി. ഇതിനെ പിൻപറ്റി ഇറാനിലെ ഭരണമാറ്റത്തെപ്പറ്റി ഇസ്രയേലും US-ഉം ഇടയ്ക്കിടെ സംസാരിക്കാൻ തുടങ്ങി. ഇറാനെ ആണവ പദ്ധതികളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി US ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതോടെ സംഘർഷങ്ങൾ അയയുമെന്ന് കരുതിയെങ്കിലും തീരുമാനമെടുക്കാൻ സമയപരിധി വെച്ചും സൈനിക വിന്യാസം നടത്തി ഭീഷണിപ്പെടുത്തിയുമാണ് ട്രംപ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഒടുക്കം ആയത്തുള്ള അലി ഖമനേയിയെ തന്നെ വധിച്ച് ഇസ്രയേലും US-ഉം മുന്നോട്ട് കൊണ്ടുപോയ തന്ത്രങ്ങൾ നടപ്പിലാക്കി. നിലവിലെ യുദ്ധം പശ്ചിമേഷ്യയെ തന്നെ ഇപ്പോൾ ഉലച്ചിരിക്കുകയാണ്. മേഖലയെ ആകമാനം യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ കഥകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.